നമസ്കാരം. ഞാൻ ഇന്ത്യൻ മാർഷൽ കളരിമർമ്മ ഗുരുത്തിലെ കണ്ണാടൻ മാഷാണ്. ഇന്നത്തെ വീഡിയോ ഇത് പുതിയ ബാച്ചാണ്. ഇവരെ കൊണ്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. കൊണ്ടക്കൊല്ലി മർമ്മത്തെക്കുറിച്ചാണ് ഇന്ന് നിങ്ങൾക്ക് തരാൻ പോകുന്ന മർമ്മസാരം. അതായത് 253ാമത്തെ വീഡിയോ ആണ് ഇന്നിപ്പോൾ ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. അത് നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം തരികയാണ്. കൊണ്ടക്കൊല്ലി മർമ്മസാരം എന്ന് പറഞ്ഞാൽ നോക്കി ഇവിടെ നോക്കണ്ട, കൊണ്ടക്കൊല്ലി മർമ്മസ്ഥാനം കണ്ടോ, 112ാമത്തെ മർമ്മമാണത്. അധിപൻ മർമ്മം കഴിഞ്ഞാൽ പുറം തലയിൽ ആദ്യത്തെ പ്രധാന മർമ്മമാണ് പൂട്ടെല്ല് മർമ്മം. അധിപനിൽ നിന്ന് 5 വിരൽ പിറകിലായി തലയുടെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന മർമ്മമാണ് കൊണ്ടക്കൊല്ലി മർമ്മം. ഇത് നമ്മുടെ അധിപൻ മർമ്മമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ മർമ്മത്തിൽ ആഘാതമേറ്റാൽ ബോധം നശിച്ച് താഴെ വീഴും, ശരീരം വിറയ്ക്കും, ശരീരത്തിൽ നീർക്കെട്ടുണ്ടാകും, ക്രമേണ ശരീരം മെലിയും, ബുദ്ധിഭ്രമവും ഉണ്ടാകും, ക്രമേണ മരണവും സംഭവിക്കും. വളരെ പ്രധാനപ്പെട്ട മർമ്മസ്ഥാനമാണ്. അത് ഇവിടെ നോക്കി ഇതിൽ കാണാം. അത് ഇംഗ്ലീഷിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് മർമ്മം കണ്ടോ, ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് ഉണ്ടോ, ഇവിടെ 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 കൊണ്ടക്കൊല്ലി. അധിപനിൽ നിന്നും എത്ര ദൂരെയാന്ന് നോക്കി കൊണ്ടക്കൊല്ലി മർമ്മസ്ഥാനം. ഒരു ചിത്രത്തും കണ്ടില്ലെങ്കിൽ അടുത്ത ചിത്രത്തിൽ നോക്കണം ആ മർമ്മം. ഇത് 350 മർമ്മസ്ഥാനം ഒരു ചിത്രത്തിൽ കൊള്ളിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ 2ഉം 3ഉം ചിത്രത്തിൽ തന്നിരിക്കുന്നത്. അടുത്ത നോക്കി കണ്ടോ, അധിപനിൽ നിന്നും 5 വിരൽ മാറിയിട്ടാണ് കൊണ്ടക്കൊല്ലി മർമ്മസ്ഥാനം. ഈ മർമ്മസ്ഥാനത്ത് എങ്ങനെയാണ് പ്രയോഗിക്കുക എന്നുള്ളതാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. നോക്കിയാൽ ഈ പുസ്തകം പിടിച്ചു. ഇദ്ദേഹം ആണ് നമ്മൾ പഞ്ച് ചെയ്യുമ്പോഴാണ്. പഞ്ച് ചെയ്യുമ്പോൾ ആ കൈ ബ്ലോക്ക് ചെയ്ത് ബാക്കിലേക്ക് മാറും കേട്ടോ. ബാക്കിലേക്ക് മാറിയിട്ടാണ് ആദ്യം ചെയ്യുന്നത്. രണ്ടാമത് ഫ്രണ്ടിൽ നിന്ന് ചെയ്യുന്നത് കാണിക്കുക. ഫസ്റ്റ് വീഡിയോ നമ്മൾ ബാക്കിലേക്ക് ഇറങ്ങിയിട്ട് കൈയുടെ ഈ ഭാഗം ഇതുണ്ട്, ഇവിടം കൊണ്ടാണ് നമ്മൾ അറ്റാക്ക് ചെയ്യുന്നത്. ഈ ഭാഗം മാത്രമേ തറയിൽ മുട്ടുള്ളൂ. ഉണ്ട് ഇവിടെ ഈ എഡ്ജ് മാത്രം. ഇത് മാത്രം അടിച്ചാൽ ഒറ്റയടിക്ക് ആൾ താഴെ പോവും, മരണം വരെ സംഭവിക്കാവുന്ന മർമ്മസ്ഥാനമാണ്. ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് വെട്ടുന്നത്. നമ്മുടെ ദേഹത്ത് കൊള്ളില്ലല്ലോ, അതിൽ നമ്മൾ പഠിക്കുന്നത്. അത് നേരെ എടുത്തിട്ട് കഴുത്തിനാണ് വെട്ടുന്നത്. അല്ല തലയ്ക്ക് വെട്ടിക്കോ. തലയ്ക്ക് വെട്ട് വരുമ്പോൾ നോക്കിയേ, ഇവിടെ കാണുന്നില്ലേ, തലയ്ക്ക് വെട്ട് നമ്മൾ ഇത് സാധാരണ പിടിക്കുകയാണ്. ഇതല്ല, ഇത് തട്ടി വിടുകയാണ്. ഉണ്ടോ, നോക്കി തട്ടി വിടുക. ഈ തട്ടിന് എപ്പോഴും ഇപ്പുറത്തേക്കാണ് പോരുന്നത്. നോക്കി താഴെ വെട്ടി നമ്മൾ ഫ്രണ്ടിലേക്ക് ആദ്യത്തെ സ്റ്റെപ്പ് വെച്ചു, ബ്ലോക്ക് ചെയ്തു. രണ്ടാമത്തെ സ്റ്റെപ്പ് വെച്ചേക്കണ്ടോ, ഇപ്പുറത്തേക്ക് വന്നു, ആളിപ്പുറേ പോന്നു. നോക്കി കയ്യിരിക്കുന്നുണ്ടോ. ഇനി ഒരൊറ്റ അലക്കാണ്. അത് ആ ബോഡി മർമ്മസ്ഥാനം കണ്ടോ, ഇത് കണ്ടോ, ഇവിടെ 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 ഇത് കണ്ടോ, ഇതാണ് മർമ്മസ്ഥാനം. അതിൽ നിന്ന് 5 വിരൽ പാറിയുള്ള മർമ്മസ്ഥാനം ഇതാണ്. കൈ നിൽക്കുന്നുണ്ടോ. ഇപ്പോൾ ഞങ്ങൾ കുനിഞ്ഞ് കത്തി തട്ടി നേരെ ഇവിടേക്ക് വന്നു, തിരിഞ്ഞു, കൈ പൊങ്ങുന്ന നോക്കി, പൊങ്ങിയിട്ട് നോക്കിയിട്ട് ഒറ്റ അടിയാണ്. ഇത്രയേ വേണ്ടു, ഒറ്റ അടിയാണ്. ആ അടിക്ക് ആൾ ബോധം പോലും ഉണ്ടാവില്ല, അവിടെ കിടക്കുകയുള്ളൂ. കുറേ കഴിഞ്ഞിട്ട് ഏറ്റു പോയിക്കോട്ടെ, പക്ഷെ മരണം വരെ സംഭവിക്കാവുന്നതുകൊണ്ട് അതിൻ്റെ ജന്മം പാഴാകുകയാണ്. തലയ്ക്കൊരിക്കലും സുഖം ഉണ്ടാവില്ല, തലവേദന മാറാത്ത തലവേദന ഉണ്ടാവും, ബോധക്ഷയം വരെ ഉണ്ടാവും, ബ്രെയിനിൻ്റെ പ്രവർത്തനം വരെ പോകാൻ സാധ്യതയുള്ള മർമ്മസ്ഥാനമാണ്. വളരെ പ്രധാനപ്പെട്ട കൊണ്ടക്കൊല്ലി മർമ്മസ്ഥാനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. ഇതിൽ നമ്മൾ ബാക്കിൽ നിന്ന് അറ്റാക്ക് ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. ഇത് നിങ്ങൾ കണ്ട് പരിശീലിക്കുക. ഒരു കാരണവശാലും വെയിറ്റ് കൊടുത്ത് മർമ്മത്തിൽ അറ്റാക്ക് ചെയ്യുക, അത് ശ്രദ്ധിക്കുക. പരിശീലിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ ശത്രുവാണെങ്കിൽ മാത്രം നമ്മുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നിങ്ങൾക്കിത് ചെയ്താൽ തന്നെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ വിദ്യ കാണാൻ നിന്ന് നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.